പക്ഷേ ഞങ്ങൾ മക്കൾ പഠിച്ചവർക്ക് ജോലി കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ തമിഴ് ഭാഷയാണ്, തമിഴരാണ്, മാറ്റി നിർത്തപ്പെടുന്ന ജനതകളാണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കേരളത്തിൽ എനിക്ക് ആർക്കും പേടിയില്ല, കേസല്ലേ വന്നോട്ടെ കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്, സ്ത്രീകളുണ്ട്, പയ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ തമിഴ് പഠിച്ചതുകൊണ്ട് അവർക്ക് ഇവിടെ ജോലി കിട്ടത്തില്ല കേരളത്തിൽ. അതുകൊണ്ടാണ് വീണ്ടും ഒരു തോട്ട മേഖലയിൽ പണിക്ക് കയറുന്നത്. ഇங்கே எஸ் ராஜேந்திரன் நிற்காங்க. அவர் ஒரு மாற்றத்தை கொண்டு வர்றேன், பிஜேபியில் என்டிஏ സ്ഥാനാർത്ഥിயாக நிற்கிறாரு, மாற்றத்தை கொண்டு வருவோன்னு நிற்கிறாங்க. தெரியல யார் வருவாங்கன்னு தெரியல. നമുക്ക് யார் வந்தாலும் ഒരു മാറ്റം ഉണ്ടാകാതെ. ഇവർ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പട്ടയം കൊടുക്കുന്നുണ്ട്, സ്ഥലം കാണിക്കുന്നുണ്ട്, ലൈഫിൽ പേര് ഉൾപ്പെടുത്തുന്നുണ്ട് ഗ്രാമസഭയിൽ. പക്ഷേ അതിന് ഈ 5 വർഷമായിട്ട് ഒന്നും ഇല്ലല്ലോ. എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. ഒറ്റപ്പെടുത്തിയതാണ്. ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല, പക്ഷേ എന്നെ ഒറ്റപ്പെടുത്തി. എൻ്റെ കൂടെ ഉള്ള സ്ത്രീകളെ തന്നെ എനിക്ക് എതിരായിട്ട് ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുത്ത് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് എനിക്കെതിരായിട്ട് മീഡിയയിലും മറ്റുള്ള ആൾക്കാരോട് എന്നെ മോശമായിട്ട് എൻ്റെ ഒരു സ്ത്രീ ആ രാഷ്ട്രീയത്തിൽ വന്ന എന്തൊക്കെ പറയാത്ത കാര്യങ്ങളൊക്കെ മൊത്തം പറഞ്ഞു വരുത്തി ഉണ്ടാക്കി എനിക്ക് ചീത്തപ്പേരും. അങ്ങനെയാണ് എൻ്റെ കൂടെ നിന്ന് സമരം ചെയ്ത തോട്ടം തൊഴിലാളികൾ മൊത്തം ഇപ്പോൾ അവരുടെ കൂടെയാണ്. ഇവർ എന്നും അടിമ ജീവിതം ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇവർ തന്നെ തീരുമാനിച്ചു. വീണ്ടും ഒരു ഇലക്ഷൻ കാലം കൂടി വരികയാണല്ലേ. സാധാരണക്കാരായ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികളായിട്ടുള്ള ജനങ്ങൾക്കും ഒക്കെ എന്താണ് ഈ ഇലക്ഷൻ കാലത്ത് പറയാനുള്ളത്? എന്താണ് അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്ന് നമുക്ക് കേൾക്കാം. ഈ നമ്മുടെ കൂടെയുള്ളത് പൊമ്പിളൊരുമയുടെ വനിതാ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗോമതി ചേച്ചിയാണ്. ഹലോ ചേച്ചി, നമ്മൾ വീണ്ടും ഒരു ഇലക്ഷൻ കാലത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തൊരു മാറ്റമാണ് നിങ്ങൾ സമരം ചെയ്തൊരു കാലത്ത് നിന്ന് ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സമരം ചെയ്തതിനേക്കാളും കൂടുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾക്ക്. ഞങ്ങൾ സമരം ചെയ്തതോടെ അന്ന് തന്നെ തീർന്നു പൊമ്പിള ഉരിമ. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നും അന്ന് എന്തൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തോ ആ പണി തന്നെ ഇന്നും കൂടുതലായിട്ടുണ്ട്. വർക്കും മറ്റുള്ള എല്ലാ വിഷയവും കൂടുതലായിട്ടുണ്ട്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇതുവരെ. പൊതുവെ പറയപ്പെടുന്നതും അല്ലെങ്കിൽ പുറത്തേക്ക് ആളുകൾ കേൾക്കുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു അല്ലെങ്കിൽ അവരുടെ സ്വൈര്യ ജീവിതം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്? എന്ത് മാറ്റങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു തോട്ടം തൊഴിലാളിയും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകും. തോട്ടം തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ടാകത്തില്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന്. തോട്ടം തൊഴിലാളികൾ പറയാൻ സാധ്യതയില്ല. പണ്ടേ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. അപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം തന്നെ ഇപ്പോഴും ഉള്ളത്. പിന്നെ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ തന്നെ സ്വന്തം പൈസ മുടക്കി മാറ്റം കൊണ്ടുവന്നു. എന്ത് മാറ്റമാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾ സമരം ചെയ്തപ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ അറിയണത്, ഈ ലോകം മൊത്തം അറിയണത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു, ഞങ്ങൾക്ക് ഒന്നും പാലിച്ചില്ല. ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു മുറി എടുത്ത് കൊടുക്കാം, ഒരു റൂം എടുത്ത് കൊടുക്കാം, ഒറ്റമുറി വീട്ടിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റമുറി വീട് വാഗ്ദാനം കൊടുത്തു. പക്ഷേ ഇതുവരെ നടപ്പിലായില്ല. അപ്പോൾ തോട്ടം തൊഴിലാളികൾ സ്വന്തമായിട്ട് പൈസ, സീറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് അവർ ഒരു റൂം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കിച്ചണാക്കിയിട്ടും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ ഒരു 10 വർഷക്കാലം മറ്റൊരു പാർട്ടിയാണ് അധികാരത്തിൽ. നിങ്ങൾ സമരം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പാർട്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ? അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല. മാറി മാറി ഭരിക്കുന്നത് ഇവരല്ലേ. ആദ്യം സമരം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആയിരുന്നു. ഈ 10 വർഷം ഇവരായിരുന്നു. തോട്ടം തൊഴിലാളികൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഓൾറെഡി നമ്മുടെ ലേബർ ആക്ടിൽ എന്തൊക്കെ ഉണ്ടോ അത് നടപ്പിലായിട്ടില്ലെങ്കിലും സമരം വീണ്ടും വരുമോ, പൊമ്പിള ഉരിമ സമരം വീണ്ടും വരുമോ എന്ന പേടിയിൽ സാലറി കൂട്ടിയിട്ടുണ്ട്, കൂലി കൂട്ടിയിട്ടുണ്ട് കുറച്ചായിട്ട്. വേറെ ഒന്നും ചെയ്തു തന്നിട്ടില്ല തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട്. പിന്നെ ബഡ്ജറ്റിൽ 2021 തൊട്ട് ബഡ്ജറ്റിൽ ലൈൻസ് നവീകരണം എന്ന് പറഞ്ഞിട്ട് 10 കോടി എല്ലാ വർഷവും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫണ്ട് എന്തായി ഈ ജനങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ 10 കോടി മാറ്റി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ തോട്ടം തൊഴിലാളികൾക്ക് ലൈൻസ് നവീകരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ചോദ്യം ചോദിക്കാൻ ആളില്ല. എന്തൊക്കെയാണ് ഒരു തോട്ടം തൊഴിലാളി എന്ന രീതിയിലുള്ള നമ്മുടെ പ്രയോറിറ്റികൾ? എന്തൊക്കെ പ്രയോറിറ്റികളാണ് നമ്മൾ മുൻപോട്ട് പണ്ട് വെച്ചിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ? അത് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് ടോയ്ലറ്റ് വേണം. എന്താണെന്ന് വെച്ചാൽ 7:30 നമ്മൾ വീട് വിട്ട് ഇറങ്ങും. 8 മണിയാകുമ്പോൾ കാട്ടിൽ പോകണം, തേയിലയിൽ കൈ വെക്കണം. 8 മണിയാകുമ്പോൾ നമ്മൾ ഇടുപ്പൊക്കെ കെട്ടിയിട്ട് തേയില തോട്ടത്തിൽ കയറണം. 5 മണിയാകുമ്പോൾ അവർ ഇറക്കും. 5 മണിയാകുമ്പോൾ ഇറക്കും. പിന്നെ വെയിറ്റ് എടുത്ത് വീട്ടിൽ വരണം. അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല. ലൂസ് മോഷൻ പോയാലോ പിന്നെ പീരീഡ്സ് ആയാലോ ഒന്നുമില്ല. അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല. അത് തോട്ടം തൊഴിലാളികൾക്ക് എന്തായാലും വേണം. എല്ലാ ഫീൽഡിനും ഓരോ ടോയ്ലറ്റ് വേണം. പിന്നെ
തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോൾ എല്ലാ രോഗവും വരുന്നുണ്ട്. ഈ മരുന്നിൻ്റെ ആണോ അല്ലെങ്കിൽ ഈ വെയിൽ, ഇപ്പോഴൊക്കെ വാർത്ത വരുന്നുണ്ട് 11 മണി തൊട്ട് 3 മണി വരെ ഈ വെയിൽ കൊള്ളണ്ട, അത് മോശമായ വെയിലാണ്, ചൂടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തോട്ടം തൊഴിലാളികളുടെ ജീവിതം അതല്ല. 8 മണി തൊട്ട് വൈകുന്നേരം ഈ വെയിൽ പോകുന്നത് വരെ അവർ തോട്ടത്തിൽ പണിയെടുക്കണം. അവർക്ക് എല്ലാ രോഗമുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കുട്ടികൾ തൊട്ട് തൈറോയിഡ് വരുന്നുണ്ട്. അത് വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം GH പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇന്നേ ദിവസം ഇന്ന ഓരോ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ തൈറോയിഡാണ്. മൊത്തത്തിൽ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് അവിടെ ഉള്ളത് തൈറോയിഡ് ടെസ്റ്റിന്. അപ്പോൾ മരുന്നിൻ്റെ പ്രശ്നമുണ്ട്. ഈ ചോദിക്കാൻ പോയാൽ എന്നെപ്പോലെ ആകും, ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ആരും ചോദിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമരത്തിന് ശേഷം ജീവിതം ശരിക്കും ഒറ്റപ്പെട്ടു പോയോ? എങ്ങനെയാണ്? ഒറ്റപ്പെട്ടു പോയി. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം വിട്ട് പോലീസെ വെച്ചിട്ട് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ പോലീസ്. മൂന്നാറിൽ ഒരു വാടക വീട്ടിലുണ്ടായിരുന്നു, അവിടെ പോലീസുകാർ. ഞാൻ 2 ദിവസം വീട്ടിലില്ലെങ്കിൽ അവിടെ വിജിലൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിജിലൻസില്ല, സ്പെഷ്യൽ ബ്രാഞ്ച്. എന്താണെന്ന് വെച്ചാൽ എവിടെ പോയി, ആരുടെ കൂടെ പോയി, എന്തിനു പോയി, വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നുണ്ടോ, BJP പോകുന്നുണ്ടോ, കോൺഗ്രസ്, ഇതാണ് ചോദ്യം. 2 ദിവസം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വരും. അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇത്തരം സമരങ്ങളും അല്ലെങ്കിൽ ഇത്തരം ശബ്ദങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഗണിക്കപ്പെടുന്നു എന്നാണോ ചേച്ചിക്ക് തോന്നുന്നത്? പിന്നെ ഗണിക്കപ്പെടുന്നതാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. ഒറ്റപ്പെടുത്തിയതാണ്. ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല, പക്ഷേ എന്നെ ഒറ്റപ്പെടുത്തി. എൻ്റെ കൂടെ ഉള്ള സ്ത്രീകളെ തന്നെ എനിക്ക് എതിരായിട്ട് ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുത്ത് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് എനിക്കെതിരായിട്ട് മീഡിയയിലും മറ്റുള്ള ആൾക്കാരോട് എന്നെ മോശമായിട്ട് എൻ്റെ ഒരു സ്ത്രീ ആ രാഷ്ട്രീയത്തിൽ വന്ന എന്തൊക്കെ പറയണോ പറയാത്ത കാര്യങ്ങളൊക്കെ മൊത്തം പറഞ്ഞ് വരുത്തി ഉണ്ടാക്കി എനിക്ക് ചീത്തപ്പേരും. അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒന്ന് കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നാൽ കുഴപ്പമില്ല. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നമ്മൾ അവരെ എതിർത്തിട്ട് നിന്ന എല്ലാ പേരും കൊടുക്കും അവർ തന്നെ നമുക്ക്. ഇനി അടുത്തൊരു ഇലക്ഷൻ വരികയാണ്. 2 വർഷം LDF സർക്കാർ ഭരിച്ചു. അടുത്തിനി ആരാ വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ആര് വന്നാലും എന്താണ് അവരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സ്വന്തമായിട്ട് ഭൂമിയാണ്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. ദാരിദ്ര്യമില്ലാത്ത കേരളമാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാണ്ട് ഈ റിട്ടയർഡ് എടുത്തിട്ട് തോട്ടം തൊഴിലാളികൾ വീട് അടച്ചു കൊടുക്കാണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട്. ആയവർ 60 വയസ്സായിട്ടും സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തത് കൊണ്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ട്. അതും മാറണം. ഇവർ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പട്ടയം കൊടുക്കുന്നുണ്ട്, സ്ഥലം കാണിക്കുന്നുണ്ട്, ലൈഫിൽ പേര് ഉൾപ്പെടുത്തുന്നുണ്ട് ഗ്രാമസഭയിൽ. പക്ഷേ അതിന് ഈ 5 വർഷമായിട്ട് ഒന്നുമില്ലല്ലോ. എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത മൂന്നാറിൽ മൊത്ത ഫണ്ടും കേരളത്തിലുള്ള മൊത്ത ഫണ്ടും രാജയ്ക്കാണ് വന്നിട്ടുള്ളത്. രാജയുടെ പേരിൽ വന്നിട്ടുണ്ട്. തറക്കല്ല് നാട്ടലും പാലം പണിയും റോഡ് പണിയും എല്ലാം വരുന്നുണ്ട്. പക്ഷേ 4 വർഷം അദ്ദേഹം ഈ കേസുമായിട്ട് നടന്നു. സമ്പൂർണ്ണ സീറ്റ് IC മണ്ഡലമാണ് ദേവികുളം. അതേ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസുമായിട്ട് നടന്നു. ഒരു വികസനവും നടന്നില്ല. പക്ഷേ ജനങ്ങൾ അവരുടെ കൂടെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണ് മൊത്തം. എൻ്റെ കൂടെ നിന്ന് സമരം ചെയ്ത തോട്ടം തൊഴിലാളികൾ മൊത്തം ഇപ്പോൾ അവരുടെ കൂടെയാണ്. ഇവർ എന്നും അടിമ ജീവിതം ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇവർ തന്നെ തീരുമാനിച്ചു. നമ്മളിങ്ങനെ ധൈര്യമായിട്ട് ഒരു ചേച്ചി അക്ക നമുക്ക് വേണ്ടി വരുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇല്ല. അവർക്ക് ആവശ്യം കഴിഞ്ഞു. ഗോമതിയെ ഒറ്റപ്പെടുത്തി, അവർക്ക് ശമ്പളം കിട്ടി, ബോണസ് കിട്ടി, അവർ ഗോമതിയെ ഒറ്റപ്പെടുത്തി പോയി. ആര് വന്നാലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലപ്പ. ഈ തോട്ടം മേഖലയിലുള്ള അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? എന്താ അവരുടെ ഒരു കണ്ടീഷൻ എന്നുള്ള സാധനം? എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു മോശം സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു മോശം സാഹചര്യം അവർക്കുണ്ടാകുന്നത്? അവരുടെ ജീവിതത്തിലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ഞങ്ങളൊക്കെ 10ലും 5ലും +1 ഇങ്ങനെ പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഞങ്ങളുടെ അടുത്ത തലമുറ ഡിഗ്രി കഴിഞ്ഞവരാണ്. ഞങ്ങൾക്ക് പഠിത്തമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ തലയിലത്ത് തന്നെ ഇവിടെ തോട്ട മേഖലയായിപ്പോയി. പക്ഷേ ഞങ്ങൾ മക്കൾ പഠിച്ചവർക്ക് ജോലി കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ തമിഴ് ഭാഷയാണ്, തമിഴരാണ്, മാറ്റി നിർത്തപ്പെടുന്ന ജനതകളാണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കേരളത്തിൽ. എനിക്ക് ആർക്കും പേടിയില്ല, കേസല്ലേ വന്നോട്ടെ, കുഴപ്പമില്ല. എത്ര കേസ് കണ്ടവളായി ഗോമതി. ഇവിടുത്തെ ജനങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്, സ്ത്രീകളുണ്ട്, പയ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ തമിഴ് പഠിച്ചത് കൊണ്ട് അവർക്ക് ഇവിടെ ജോലി കിട്ടത്തില്ല കേരളത്തിൽ. അതുകൊണ്ടാണ് വീണ്ടും ഒരു തോട്ട മേഖലയിൽ പണിക്ക് കയറുന്നത്. പിന്നെ ഭൂമിയില്ല. ഇത്തവണ ഇവിടെ 3 പാർട്ടികൾ ശക്തമായിട്ട് മത്സരിക്കുന്നുണ്ട്. NTR ഇടുക്കിയും നമ്മുടെ മണ്ഡലത്തിലും. ആർക്കാണ് ഒരു വിജയസാധ്യത കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത്? കോൺഗ്രസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാറ്റം വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായ എല്ലാവരും കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട് ഇവിടെ മൂന്നാറിൽ ദേവികുളം മണ്ഡലത്തിൽ.
ചേച്ചിക്ക് പേഴ്സണലി ആര് വരണം എന്നാണ് തോന്നുന്നത്? അത് ജനങ്ങൾക്ക് വേണ്ടി ആര് വന്നാൽ നന്നായിരിക്കും എടാ എന്നത്? ആര് വന്നാലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലടാ. എന്തായാലും ആരെങ്കിലും വരും. പക്ഷെ ആര് വന്നാലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ മത്സരത്തിലാണല്ലോ ഇപ്പോൾ വികസനമൊക്കെ. 3000 അവർ പറഞ്ഞിട്ടുണ്ട്, 3500 ഇവർ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ. പിന്നെ വികസനം എന്ന് വെച്ചാൽ റോഡ്, അതാണ് മെയിൻ. ഇവിടെ തോട്ടം തൊഴിലാളികൾക്ക് എന്താണ് മെയിൻ കാര്യമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഇവരെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ആര് വന്നാലും അവരുടെ കാര്യങ്ങൾ നടക്കും. ജയിച്ചവരുടെ കാര്യം, ജയിച്ചവരുടെ ഫാമിലിയിൽ കാര്യം, ജയിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ ചില ആൾക്കാർക്ക് കാര്യം നടക്കും. തോട്ടം തൊഴിലാളികൾ അവർക്ക് പണിയെടുത്ത് ജീവിക്കണം. കൂലിപ്പണിയെടുത്ത് ഈ വെയിലത്തും മഴയത്തും കൂലിപ്പണിയെടുത്ത് ജീവിച്ചാലേ അവരുടെ കുടുംബം അവർ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആര് വന്നാലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം നമ്മൾ സമരം ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് ഒട്ടും മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നാണോ? അതെ, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട് തോട്ടം തൊഴിലാളികൾ. അന്ന് കിലോ ആയിരുന്നു, ഇപ്പോൾ ഹെക്ടർ കണക്കാണ്. ഇത്ര ഹെക്ടർ തേയിലത്തോട്ടം വെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് ഇത്ര കിലോ വെട്ടിക്കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഹെക്ടർ കണക്ക്. അപ്പോൾ അത് കഷ്ടമല്ലേ. പിന്നെ മിഷന് കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ല് തേയ്മാനം കൂടുതൽ, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ എല്ലാം വന്നിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾക്ക്. എൻ്റെ പ്രായത്തിലുള്ളവർ തന്നെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്, വയ്യാണ്ട് വീട്ടിലിരിക്കുക, കൈ വേദന, കാല് വേദന എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും ഇത് തോട്ടം തൊഴിലാളികളോട് പോയി ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കമ്പനി ഞങ്ങളെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് അത് കൊടുത്തു, ഇത് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്കറിയാം, എനിക്കാർക്കും പേടിയില്ല. ആര് വന്നാലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ സമരത്തിനെതിരെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ച നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് അധികാരത്തിലുള്ളത്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എടാ അതിനെ എതിർത്തിട്ട് നമ്മൾ സമരം ചെയ്തു. തോട്ടം തൊഴിലാളികൾ നമ്മൾ കൂലിക്കും ബോണസിനും വേണ്ടി വന്നവരാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തവരാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഈ ശമ്പളവും ഈ ബോണസും തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അടിമപ്പണി ചെയ്യുന്നുണ്ട്, നല്ല ഹോസ്പിറ്റലില്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമരത്തിൽ വന്നത്. രാത്രി പകലായിട്ട് പസിയും പട്ടിണിയുമായിട്ട് സമരം ചെയ്തവരെ മറ്റേ പണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പൊട്ടിത്തെറിച്ച് നടു റോട്ടിൽ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പയ്യന്മാർ മൊത്തം വിദ്യാർത്ഥികളും പല ആൾക്കാരും അയ്യോ നമ്മളെ അവർ മറ്റേ പണിയാണെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മമാരെ സമരം ചെയ്തവരെ നമുക്ക് റോട്ടിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എതിരായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ഒരാൾ എന്തായാലും മുന്നിൽ ഇറങ്ങണം, എന്നാൽ ഇവർ പുറകിൽ ഇറങ്ങും. അപ്പോൾ അത് നമ്മളായാലും അന്ന് ഞാൻ ജനപ്രതിനിധിയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര പോസ്റ്റായിരുന്നു. നമ്മൾ എതിർക്കണം, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ റോട്ടിലിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ ബ്ലോക്ക് ചെയ്ത് എല്ലാം പോയി, പയ്യന്മാർ മൊത്തം. ചുമ്മാ അവർ പറയുന്നതൊക്കെ ചുമ്മാ വേസ്റ്റാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇത് അവരുടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം, നേരിട്ട് ഇറങ്ങാൻ ഒരാൾക്ക് നട്ടലില്ല. ഇപ്പോൾ വളരെയധികം തോട്ടം മേഖലയിലും അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ പറയുന്ന സാധനമാണ് പട്ടയമേള, പട്ടയം കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി? ഞാൻ தமிழ் പറയട്ടെ. பட்டயம் மேலே அப்படின்னு சொல்லும்போது 5 வருஷத்துக்கு ஒரு தடவை தான் பண்ணுறாங்க. எலெக்ஷன் வரும்போது மட்டும்தான் இந்த தோட்டம் தொழிலாளிகளுக்கும் வீடு இல்லாதவங்களுக்கும் அப்படின்னு சொல்லி அறிவிக்கிறாங்க. எலெக்ஷன் வரும்போது மட்டும் யார் ஆட்சியை பிடிக்கணுமோ, எந்த கவர்மெண்ட் இப்போ நிலவில் இருக்குதோ அந்த கவர்மெண்ட் நாங்கள் பட்டயம் கொடுக்க போகிறோம் அப்படின்னு சொல்லும்போது அந்த கவர்மெண்டோட தான் அந்த ஜனங்க போவாங்க. ஆனால் இது பொய் வாக்குறுதி அப்படின்னு அவங்க கொஞ்சம் பேருக்கு கொடுப்பாங்க. 5 வருஷத்துக்கு முன்னாடி ராஜேந்திர எம்எல்ஏ இருக்கும்போது பட்டயம் கொடுத்தாங்க. அவர் இருக்கும்போது கூட கொஞ்சம் ஜனங்களுக்கு நல்லது நடந்துச்சு, வீடு கிடச்சிச்சு, லைஃப்பில் வீடு கிடச்சிச்சு, கொஞ்சம் பேருக்கு ஸ்தலம் காட்டினாங்க, கொஞ்சம் பேருக்கு பேர் வந்துச்சு, அடுத்து உங்களுக்கு ஸ்தலம் சர்வே நம்பர் வந்துச்சு. ஆனால் இந்த 5 வருஷமாக ஒரு விகசனமும் இல்லை. இப்போ என்னென்னா மறுபடியும் பட்டயம் விஷயம் கொண்டு வந்திருக்காங்க. ஏன்னா தொடர்ந்து நல்லா ஏமாத்துறாங்க, பாவப்பட்ட மக்களை நல்லா ஏமாத்துறாங்க. இதெல்லாம் பார்த்துட்டு எனக்கெல்லாம் இருக்கவே முடியல. என்னடா இவங்க இப்படி இருக்காங்க, இவ்வளோ பெரிய போராட்டம் வந்துமே இந்த மக்கள் இன்னும் திருந்தலையே அப்படின்னு. நம்மளை என்ன குற்றம் சொல்கிறாங்கன்னா, நீ சிபிஎம் போனால் அதனால் பொம்பளை உரிமை போச்சு, நீ சிபிஎம் போனால் சிபிஎம்முக்கு நான் எதுக்கு போனேன்? தோட்டம் தொழிலாளிகளுக்கெல்லாம் நம்ம ஆட்சி தான் வரும், நம்ம பரணம் தான் வரும். அப்போ நம்ம கோமதியோட தலைமையில் 10 சென்ட் ஸ்தலம் கொடுக்கலாம் அப்படின்னு சொல்லி தான் என்னை உள்ளே கொண்டு போனாங்க. பின்ன கம்பெனி மாயிட்டு சமரம் செஞ்சப்போ நிறைய பிரச்சனை வந்துச்சு தோட்டம் தொழிலாளிகளுக்கு. அப்போ கம்பெனி மாயிட்டு நான் போவேன் பேச்சுவார்த்தைக்கு, சர்ச்சைக்கு நான் போவேன்னு சொன்னோடனே ஓகே சொல்லி தான் கேவி சசியும் ராஜேந்திர எம்எல்ஏ என்னை கொண்டு போனது. ஆனால் அங்கே கொண்டு போன அப்புறம் கேவி சசி சொல்லிட்டாரு, கோமதியை வச்சுட்டு தான் கம்பெனிக்கு 50 கோடி நஷ்டம், அதனால் கோமதி கம்பெனி பேச்சுவார்த்தைக்கு போக முடியாதுன்னு சொல்லிட்டாரு. அப்போ ஆள்காருக்கு பட்டயமும் பூமியும் கொடுக்குறேன்னு சொன்னீங்கல்ல அப்படின்னு சொன்னதுக்கு, இங்கே எங்கே பூமி இருக்குது, எல்லாம் கைவச பூமி தானே, டாட்டா கம்பெனி கைவச பூமி, கண்ணன் தேவன் கைவச பூமி, இங்கே பூமியெல்லாம் கிடையாது அப்படின்னு சொன்னோடனே அப்போ தான் நான் இறங்கினேன். அப்போ எனக்கு அங்கே இருக்கவே பிடிக்கல. இவங்கெல்லாம் சொல்கிறாங்க நீ சிபிஎம் போனால் அதனால் பொம்பளை உரிமை உடஞ்சி போச்சுன்னு. அதெல்லாம் கிடையவே கிடையாது. நான் அப்பவும் என்னோட ஜனங்களுக்கு வேண்டி தான் நான் போனேன். அங்கே நடக்கலன்னொன்னே நான் அந்த டைமில் தான் எம்எம் மணி வந்துட்டு
தோட்டம் தொழிலாளிகளை மற்றே பணி காட்டில் மற்றே பணி செய்கிறவங்கன்னு சொல்லும்போது தான் நான் இறங்கினேன். இவங்களுக்கு வேண்டி சமரம் செஞ்சு மறுபடியும் வருவாங்க. ஏன்னா எங்களை பார்த்து அப்படி நடுங்கிட்டாங்க இவங்கள அரசியல்வாதியும் கம்பெனியும். அப்போ மறுபடியும் நம்ம வந்துட்டு அந்த அரசியல்வாதிகளை மூணாரை விட்டு விரட்டிடணும். நம்ம தோட்டம் தொழிலாளி பிள்ளைங்க அங்கே தலைவராக வரணும். இவங்க யார் நம்மளை ஆட்சி செய்கிறதுக்கு? எங்கேயோ இருந்து வெளியிலேருந்து வந்திருக்காங்க தோட்டம் தொழிலாளி பிள்ளைங்கன்னு சொல்லிட்டு. தோட்டம் தொழிலாளிகளுக்கு வேண்டி நாங்கள் சமரம் செய்கிறேன்ட்டு எங்கள் பிள்ளைங்க வரணும். இப்போயும் நான் என்னென்னா ஒவ்வொருத்தராக ராஷ்ட்ரிய கட்சியில் ஒவ்வொருத்தராக பதவி ப்ரமோஷன் கொடுக்கும்போது நம்ம பிள்ளைங்க உள்ளே வரலையே. கொடி பிடிக்கவும் கோஷம் போட மட்டும்தான் எங்கள் பிள்ளைங்களை வச்சுருக்காங்க. அப்படியும் எங்கள் பிள்ளைங்க திருந்தவே மாட்டிக்காங்க. நம்ம சொன்னோம்னா நம்மளை என்ன மோசமான வார்த்தை இருக்கோ அத்தனை வார்த்தையில் அவங்க பேசுகிறாங்க. பசங்க தான், படித்த பசங்க தான். படிச்சுட்டும் சில பசங்களுக்கு என்ன சொல்கிறதுனே தெரியல இனியும். இப்போ அவங்க என்னன்னா இப்போ பொட்டானிக்கல் கார்டன், ஹைடல் பார்க்கு, அங்கே டூரிசம் மேഖല நிறைய இருக்குல்ல. அதில் வந்துட்டு இப்போ இருக்கிறது வந்துட்டு எல்லாமே கம்யூனிஸ்ட்டில் உள்ளவங்க தான் எல்லாம் வேலை செய்கிறாங்க. அப்போ காங்கிரஸ் பரணம் வந்தால் இவங்கெல்லாம் வெளியேறணுமே. அப்போ அந்த பசங்கள்லாம் என்ன செய்வாங்க, ஒரு அவங்க ஃபேமிலி, அவங்க குடும்பம் எல்லாம் ஐயோ வேலை போயிடும்ல அப்படின்னு சொல்லிட்டு அவங்க அந்த யாருக்கு ராஜாவுக்கு ஓட்டு போடுவாங்க. அங்கிட்டு உள்ளவங்க என்ன செய்வாங்க, வித்தியார்த்திகள் என்ன செய்வாங்க, ஐயோ ராஜா வந்தால் நமக்கு வேலை கிடைக்கும், டூரிசம் மேഖല நமக்கு வேலை கிடைக்கும், அப்போ நம்ம ராஜாவை செவிக்க வைக்கணும் அப்படின்னு சொல்லி இங்கே ராஜேந்திரன் நிற்காங்க. அவர் ஒரு மாற்றத்தை கொண்டு வர்றேன், பிஜேபியில் என்டிஎஸ் സ്ഥാനാർത്ഥിயாக நிற்கிறாரு, மாற்றத்தை கொண்டு வருவோன்னு நிற்கிறாங்க. தெரியல யார் வருவாங்கன்னு தெரியல. நமக்கு யார் வந்தாலும் ஒரு മാറ്റം ഉണ്ടാകാതെ. 3 വർഷം MLA ആയിട്ടുണ്ടായിരുന്ന എസ് രാജേന്ദ്രൻ നിങ്ങളുടെ സമരത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആള് അദ്ദേഹം വേറൊരു പാർട്ടിയിൽ പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും ബാധിക്കുന്ന തോന്നുന്നത്? ആ പാർട്ടിയിൽ പോയതല്ല, ഇവർ CPM-കാർ അദ്ദേഹത്തിനെ പിടിച്ച് തല്ലിയത്. ആ പാർട്ടിയിൽ അവർ വന്നിട്ട് അവർ தான் இங்கே அடுத்த தோட்டம் தொழிலாளியோட மகன், காங்கிரஸில் AK மணி இருக்கார் தோட்டம் தொழிலாளியோட மகன். இங்கே எங்களுக்கு ஒரு நேதாவு அப்படின்னு சொன்னால் எஸ் ராஜேந்திரன் தான் இருந்திருக்கணும். ஆனால் போஸ்டிங்க்கு ஆசைப்பட்டுட்டு 3 தடவை MLA, ஜில்லா பஞ்சாயத்து பிரசிடென்ட். அவர் வந்து இப்போ சின்ன படிப்படியாக DYFIலேருந்து வளர்ந்து வந்தவரை நம்ம கேள்விப்பட்டிருக்கோம். வந்து பார்ட்டிக்கு வேண்டி நிறைய கஷ்டப்பட்டிருக்காங்க. அந்த பார்ட்டிக்கு வந்து ரெக்கக்னேஷன் கிடைக்கிறதுக்கு வேண்டி தோட்டம் தொழிலாளிகள்லாம் ராஜேந்திரனோட ஆளுகளும் தான் நிறைய அவரை சுற்றிலும் உள்ள தோட்டம் தொழிலாளி. இப்போ KV சசியவோ KK விஜயனவோ இங்கே யாருக்குமே தெரியாது. ராஜேந்திரனும் பின்ன அங்கே உள்ள ஆள்காரை வச்சு தான் ரெகக்னேஷன் அங்கே கிடைச்சதே. அப்படி ஒரு ஆளை பார்ட்டிக்கு வேண்டி ஆசைப்பட்டு அவரை வெளியில் தள்ளிட்டாங்க. ராஜாவுக்கு எலெக்ஷன் ஒர்க் செய்யலைன்னு சொல்லிட்டு ராஜாவுக்கு. ஆனால் அவரோட ஃபேஸ்புக் பேஜை எடுத்து பார்த்தா ராஜாவுக்கு வேண்டி எலெக்ஷன் ஒர்க் செஞ்சிருக்காரு, ஓட்டு கேட்டிருக்காரு, எல்லா இடத்துலையும் போய் ஓட்டு கேட்டிருக்காரு. ஆனால் அவரை ஒரு பதவிக்கு வேண்டிட்டு அவரை பிடிச்சி வெளியில் தள்ளிட்டாங்க. அவரால் நிற்க முடியல. அவர் மேலே ஏதோ வீட்டு கேஸ், ஸ்தலத்துக்குள்ளே கேஸ் போட்டிருந்தாங்க போல். அதையும் கோடதி திருச்சி எடுத்துருச்சு, இது KCP லேண்டுன்னு சொல்லி திருத்தெடுத்து அவரால் பிடிச்சி எவ்வளவோ இந்த 5 வருஷம் நின்று பார்த்து, நான் பேசுனதை வச்சு சொல்கிறேன், எனக்கு தெரியல. 5 வருஷம் பிடிச்சி நின்று பார்த்தாரு. இதுக்கு ஏதாவது பினராயி விஜயன்கிட்ட பேசினாராம், கொடியேறி பாலகிருஷ்ணன்கிட்ட பேசினாராம், இப்போ இருக்கிற ஜில்லா செக்ரட்டரி கோவிந்த மாஸ்டர்கிட்ட ஸ்டேட் செக்ரட்டரி கோவிந்த மாஸ்டர்கிட்ட பேசினாராம். ஆனால் ஒரு நடைமுறை வரல. ஏன்னா இங்கே மூணாரில் வந்துட்டு போட்டி அதிகாரம் கசாரையில், நான் நேற்று கூட காலேஜில் போய் அதை தான் பேசினேன். ஃபெவிகால் போட்டு ஒட்டுன மாதிரி அந்த கசாரை எனக்கு, வேறு யாராவது வந்து அதை கொடுக்க மாட்டாங்க. அப்படி ஒரு போட்டியில் தான் அவரை வெளியாக்குனது. அது ராஜாவுக்கு வேண்டி அவர் ஒர்க்கு செய்யலைன்றதெல்லாம் அதெல்லாம் பொய் பிரச்சாரம். சும்மா ஜனங்களை ஐயோ ராஜாவுக்கு, இப்போ ராஜா என்னோட சொந்தக்கார பையன், ராஜாவுக்கு வேண்டி ஒர்க்கு செய்யலைன்னும் போது ராஜேந்திரனை மாற்றி நிறுத்த வேண்டியது வரும். அப்படி சொல்லி தான் இங்கே ஒரு பிரச்சனையை உண்டு பண்ணாங்க. பதவிக்கும் அதிகாரத்துக்கும் பணத்துக்கும் ஆசைப்பட்டு தான் ராஜேந்திரனை வெளியில் தள்ளினாங்க. நிற்க முடியாத பட்சத்தில் அவர் வேற நமக்கு அங்கீகரிக்க முடியாத பிஜேபின்றதும் நம்மளால் அங்கீகரிக்கவே முடியாது. ஆனால் அவர் அதுக்கு போயிருக்காரு. அவரோட நிலைமையில நம்ம ஜானி சேச்சி போனாங்க, நம்ம ஏதாவது சொன்னோமா? ஜானி சேச்சிக்கு எதிராக நம்ம எதுவுமே பேசலை. ஜானி சேச்சியோட அவஸ்தை அது. இப்போ நான் போனோம்னா நிறைய பேர் பேசுவாங்க, CPM-காரங்களே என்னை வந்து பேசுவாங்க, என்னென்ன மோசமாக பேச முடியுமோ பேசுவாங்க. அவங்க நிலைமையில இருந்து பார்த்தா தான் அவங்களோட நிலைமைங்க தெரியும். இப்போ ராஜேந்திரன் ஓட்டு பிடிப்பார். போன வருஷம் காட்டிலும் இந்த வருஷம் ஓட்டு பிடிக்க வாய்ப்பு இருக்குது. இனி யார் வந்தாலும், அது காங்கிரஸாக இருக்கட்டும், கம்யூனிஸ்டாக இருக்கட்டும், பிஜேபி யார் வந்தாலுமே தோட்டம் தொழிலாளிகளுக்கும் பாவப்பட்டவங்களுக்கும் வீடு இல்லாதவங்களுக்கும் வீடும், வேலை வாய்ப்பு இல்லாத படிச்சுட்டு வீட்டில் இருக்கிற பசங்களுக்கு வேலையும், முதியோர்களுக்கு என்னென்ன சலுகை இருக்கோ அத்தனை சலுகையும் எல்லாமே கிடைக்கணும்னு சொல்லி தான் நம்ம எதிர்பார்க்குறோம். வேறு அவங்க வந்துட்டு நீங்கள் தேயிலை தோட்டத்தில் எங்களுக்கு கொழுந்து வெட்டி தரணும், எங்களுக்கு கட்டுக்கட்டாக பணம் தரணும்லாம் தோட்டம் தொழிலாளிகள் எதிர்பார்க்கலாம். அந்த பாவங்களை வச்சு அவங்க ஏமாத்துறாங்க. இங்கே ஒரு மாற்றம் யார் வந்தாலுமே உங்களை ஓட்டு போட்டு எதுக்கு அனுப்புகிறோம் நாங்கள் நியம சபைக்கு? எங்களோட தோட்டம் தொழிலாளிகளோட பிரச்சனையும், தலிதரோட பிரச்சனையும், ஆதிவாசிகளோட பிரச்சனையும், அடிச்சமர்த்தப்பட்ட ஜனங்களோட பிரச்சனையும் பேசுறதுக்கு தான் உங்களை நாங்கள் நியம சபைக்கு அனுப்புகிறோம். எங்களால் முடிஞ்சிருந்தால் நாங்கள் நியம
நியமசபைக்கு நாங்கள் உள்ளே போய் பேசியிருப்போம். எங்களால் முடியாது. நாங்கள் தேர்ந்தெடுத்தவர் தான் எங்களுக்காக வேண்டி நியமசபையில் பேசணும். அதனால யார் ஜெயிச்சு வந்தாலும் வீடு இல்லாதவங்களுக்கு வீடு வச்சு கொடுங்க, இடம் இல்லாதவங்களுக்கு இடம் கொடுங்க, வேலை வாய்ப்பு இல்லாமல் திணறிக்கிட்டு இருக்க இளைஞர்களுக்கு வேலை வாய்ப்பை கொடுங்க. பின்ன மக்களுக்கு என்னென்ன பிரச்சனை இருக்கோ அந்த பிரச்சனையெல்லாம் பரிகணிக்கணும். நிறைய பிள்ளைங்க இப்போ கஞ்சாவுக்கும் குடிப்பழக்கத்துக்கும் அடிமையாக இருக்காங்க. அதில் இருந்தெல்லாம் ஒரு மாற்றத்தை கொண்டு வரணும். அதைத்தான் நாங்கள்லாம் எதிர்பார்க்குறோம். வரும் தலைமுறைக்கு நிற்கிறது எல்லாருமே ஜெயிச்சு அவங்கவுங்க ராஷ்ட்ரிய பார்ட்டியை வளர்க்கறது தான் போவாங்க. ஆனால் ஜனங்களுக்கு வேண்டி யாராவது நின்னாங்கன்னா ரொம்ப சந்தோஷம். மாற்றம் வரணும். அதுதான் என்னோட விருப்பம்.